ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഈമാൻ കൊടുത്തു. പൊട്ടിക്കരഞ്ഞിട്ട് ഓടുകയാണ്. യാ ഹബീബല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരംഭ റസൂല് വാരിപ്പുണർന്നു. അള്ളാന്റെ ഹബീബിന് സന്തോഷമായി. ആകാശത്തിൽ നിന്ന് മഴക്കാർ കൂടിയിട്ട് മനോഹരമായ സന്തോഷം പങ്കുവെച്ചു മഴത്തുള്ളികൾ. മക്ക ആനന്ദനന്ദിതരായി നൃത്തം ചവിട്ടി. അറേബ്യൻ മരുഭൂമി മുഴുവനും മുത്തുറസൂലിനെ മുത്തം കൊടുക്കാൻ കൊതിച്ചുപോയി. ഹംസ റളിയല്ലാഹു അൻഹു ആരംഭ റസൂലിനെ വാരി പുണർന്നിട്ട് പറഞ്ഞു, നബിയേ, ഇതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി, ഇതാണ് ആദർശമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് യാ ഹബീബല്ലാഹ് നബിയേ, അങ്ങ് പ്രയാസപ്പെടേണ്ട നബിയേ, അങ്ങ് സങ്കടപ്പെടേണ്ട നബിയേ, അങ്ങയുടെ മനസ്സിൽ ആശങ്കകൾ വേണ്ട നബിയേ, ധൈര്യമായിട്ടിരുന്നോ, ഞാനുണ്ടല്ലോ. എന്നിട്ട് നബി തങ്ങളോട് ആദ്യമായി പറഞ്ഞിരുന്നാ, ഇങ്ങനെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ സഹോദരന്റെ മകനായ മുഹമ്മദ് നബിയെ ഇറങ്ങി വാ, ദീനിന്റെ കുറച്ച് പ്രഖ്യാപിക്കുക, പ്രഭാഷണം നടത്തുക. ഞാൻ എന്റെ നബിയെ, ആരാണ് നിങ്ങളെ തൊട? ഈ മക്കയുടെ മണ്ണിൽ ഒരുത്തരുണ്ടെങ്കിൽ വരട്ടെ, ഒരു ഉമ്മയുടെ പൊന്നുമോനുണ്ടെങ്കിൽ വരട്ടെ. ഹംസയെ തൊടാതെ നിങ്ങളെ തൊടാൻ കഴിയില്ല നബിയെ, ഹംസയെ തൊടാതെ നിങ്ങളെ തൊടാൻ കഴിയില്ല നബിയെ. എന്തിനും ഏതിനും ഹംസയുണ്ട്, എന്തിനും ഏതിനും ഹംസയുണ്ട്. അതുകൊണ്ടാണ് ചരിത്രം പറഞ്ഞത്, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുവദേ മാറടാ വല്ലൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ. അംബർ ഷഫീഉള്ള കാവൽ നിന്നുള്ള സംഭാരമിൽ വന്ന് ചേരണ. ഖൈറുൽ വറ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. ഒന്നന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് വിളത്തോടെ വെള്ളം കൂടി ചാട്ടെ. തുമ്പിക്ക് മാമദം പൊട്ടിയുളമട്ടെ, കൂറിയ വാക്കിന് കേട്ട് വിളമ്പട്ടെ. സംസരിക സരിക പമകരിരിം കരിമാകരിക താകും ദാഗ ഗുംഗും ഗുണ ഗുണ ഗുംഗും ഗുണ അമ്പറുകൾ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി പടയോട്ടം നടത്തിയ വീരേതിഹാസം രചിച്ചു പോയ ചരിത്രത്തിലേക്ക് എന്റെ നീലേശ്വരത്ത് വന്ന ചെറുപ്പക്കാരാ കടന്നു വരാൻ പോവാണ്. മാറണം ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാക്കണം ചെറുപ്പക്കാരാ. സിനിമാ നടന്മാരുടെ പിന്നാലെ കന്നുകാലികളെ പോലെ നടക്കാറ് സുഹദാക്കളെ കുറിച്ച് പഠിച്ചോ. കള്ളുകുടിയന്മാരുടെ പിന്നാലെ ആഭാസത്തരത്തിന് വേണ്ടി നടക്കാറ് ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാരെ കുറിച്ച് പഠിച്ചോ. എന്നിട്ട് മനോഹരമായി നല്ല രീതിയിൽ മുടി വളർത്തിക്കോ, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചോ, നല്ലതുപോലെ ഇബാദത്ത് ചെയ്തോ, മഹാന്മാർക്ക് വേണ്ടി ഫാത്തിഹ ഓതിക്കോ. ആ ചരിത്രം